ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് ആണ് കേട്ടോ. ഞാൻ ചെടികളും തോട്ടങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് ആ ചെടികളുടെയൊക്കെ കളയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കളകൾ നമുക്ക് പിഴുതെറിയാം. നമ്മുടെ ചെടികളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നും മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാം നമ്മുടെ കളകൾ പറിച്ചെറിയാം എന്നല്ല, പിഴുതെറിയാം. പറിച്ചെറിഞ്ഞാൽ അത് വീണ്ടും വളർന്നു വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോട്ടാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാർഡനിങ് വീഡിയോ ഇടുന്നത്. നമ്മുടെ ചെടികളിലൊക്കെ ഈ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വളർത്തുന്ന ചെടികൾക്കൊപ്പം കുറേ അനാവശ്യമായിട്ടുള്ള ചെടികൾ, അതായത് നമ്മൾ വളർത്തുന്ന ആ ചെടികൾക്ക് ഹാനികരമായിട്ടുള്ള അതിൻ്റെ വളവും ഇതുമെല്ലാം ഉപയോഗിച്ച് വളർന്നു വരുന്നത്. എന്നാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ അതിനെക്കൊണ്ട്? ഒരു ഉപയോഗവും ഇല്ല. അങ്ങനെയുള്ള ചെടികളെയാണ് നമ്മൾ കളകളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കളകൾ നമ്മുടെ ചെടികളിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ വളർത്തുന്ന ചെടികളുടെ എസെൻസും അതിൻ്റെ വേണ്ട ആവശ്യകരമായിട്ടുള്ള ആഹാരവും എല്ലാം കഴിച്ച് ഇത് തഴച്ച് വളരും. നമ്മൾ വളർത്തുന്ന ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. അതാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നിയൊരു തോട്ടാണ്. കണ്ടോ, ഈ ഒരു ചെടിയുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ചെടി അതിനേക്കാളും ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളതാണോ? ഒരു ഉപയോഗവും ഇല്ല. എന്നാൽ ഈ ചെടികൾക്ക്, ഈ കളകൾക്ക് വളരാൻ പ്രത്യേകിച്ച് വളവോ ഒന്നും വേണ്ട, ഒന്നുമില്ലെങ്കിലും അവ വളർന്നു വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും. ഇതുപോലെ കളകൾ ഒരുപാടുണ്ട് കേട്ടോ. ആ നമ്മുടെ മനസ്സിലുള്ള കളകളെന്ന് പറയുന്നതാണ് വൈരാഗ്യം, വിദ്വേഷം, കുശുമ്പ്, പിന്നെ മറ്റുള്ളവരെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, മോശം പറയുക, മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നോ അതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള കളകളെന്ന് പറയുന്നത്. ഇതിനും പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്, ഞാനൊരു ക്രിസ്ത്യനാണ്, ഒരു കാത്തലിക്കാണ്. അപ്പം ഞങ്ങളുടെ കാത്തലിക് ബിലീഫ് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഈ ദൈവം വസിക്കുന്നതാണ്. അതിപ്പം കാത്തലിക് വിശ്വാസത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ അത് 100% സത്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഉള്ളത്. അത് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ നന്മയും, മറ്റുള്ളവരെ സഹായിക്കുന്നതും, അവരോട് കാണിക്കുന്ന സഹതാപം, അനുകമ്പ, ദയ, കരുണ, ഇതെല്ലാം ദൈവികമായിട്ടുള്ള സ്വഭാവമാണ്. ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയിൽ ഉള്ളത് ദൈവം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ തിന്മയുടെ ശക്തികളും ഉണ്ടാവും. തിന്മയുടെ ശക്തിയാണ് കളകളെന്ന് പറയുന്നത്. അപ്പോൾ അവരിലും ഉണ്ടാകും. ഈ ചിലരിൽ അധികമായിട്ടുണ്ടാവും, എല്ലാ പേരിലും ഉണ്ടാവും. ആരും പെർഫെക്റ്റ് അല്ല. മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മറികടന്ന് വരുമ്പോഴാണ്, അതായത് നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ തെറ്റിൽ നിന്ന് അത് നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. അതായത് നമ്മളിലെ ആ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധി നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കളകൾ ചില മനുഷ്യരിൽ കൂടുതലാണ്. അവരിൽ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യവും വേണ്ട, മറ്റുള്ളവരുടെ മറ്റുള്ളവരെക്കുറിച്ച് ഒരു കാര്യവും വേണ്ട, അവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുക, അവരെന്ത് ചെയ്യുന്നത് കണ്ടിരുന്നിരുന്നാലും അതിൽ മുഴുവൻ കുറ്റം കണ്ടുപിടിക്കുക, അവരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. ഒരാൾ വളർന്ന് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ കുറച്ച് നന്നായി കണ്ടു കഴിഞ്ഞാൽ അതിൽ അസൂയപ്പെട്ടിട്ട് അവരെ പറ്റി പിന്നെ പരദൂഷണം പറയുക. പിന്നെ മറ്റുള്ളവരോട് വയ്ക്കുന്ന വൈരാഗ്യം, വിദ്വേഷം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള കളകളാണ്.
അപ്പോൾ ഈ കളകളെന്ന് പറയുമ്പോഴത്തേല് ഇത് ഇപ്പം നമ്മുടെ ചെടിത്തോട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ വളർത്തുന്ന ചെടികളിൽ ചിലത് നമുക്ക് അത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അത് പിഴുത് നമ്മൾ കളയും ഇല്ലേ? ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അതിനെ പിഴുത് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും. ചെറുതായിട്ട് ഓരോ കാര്യങ്ങൾ ഇതുപോലെ നമുക്കൊരു വിദ്വേഷമോ വൈരാഗ്യമോ അസൂയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേലും നമ്മളതിനെ തുടക്കത്തിലേ പിഴുത് കളയുക. അത് അങ്ങനെ പിഴുത് കളയുമ്പോൾ നമുക്കത് ഈസിയാണ്. പെട്ടെന്ന് അത് പിന്നെ നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ആ നിലം എന്ന് പറയുന്നത് നല്ലത് വീണ്ടും ആ ഒരു നല്ല വൃക്ഷം, അതായത് നമ്മളിലുള്ള ആ നന്മ വളർന്ന് വരാനായിട്ട് അത് കൂടുതൽ സഹായിക്കും. ഈ ചെറിയ ചെറിയ കളകൾ ആണ് പിന്നീട് അത് വലുതാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി ഡീപ്പ് റൂട്ടഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇളക്കി അല്ലെങ്കിൽ പിഴുത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കാണിക്കുന്ന ഈ ഇത് കണ്ടോ, ഈ ചെടിച്ചട്ടിയിൽ കുറേ വളർന്ന് നിൽക്കുന്ന ആ റോസിന് ചുറ്റും നിൽക്കുന്നത് പുല്ലാണ്. ഞാൻ ഇത് കുറേ നാളായി ഇവിടെ കയറിയിട്ട്, അതുകൊണ്ട് എനിക്കത് വൃത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ അതെന്തോരം ഞാൻ പ്രയാസപ്പെടുന്നുണ്ടെന്നറിയോ. മേളത്തെ എല്ലാ ചെടികളിലും ഇങ്ങനെ ഒത്തിരി വളർന്നു നിന്ന് അത് നല്ല ഡീപ്പ് റൂട്ടായി. ഇതിനെ വലിച്ച് പിഴുതെടുക്കുമ്പോൾ ചിലപ്പം ആ നല്ല ചെടിക്കും കൂടെ അത് വരുത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പിഴുത് കളയാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഒരുപാട് ഡീപ്പ് റൂട്ടഡായി നമ്മളുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വളർന്നു കഴിഞ്ഞാലായിട്ട് നമുക്കതിനെ പിഴുതു മാറ്റാൻ വളരെ പ്രയാസമാണ്. പിന്നെ അത് പിഴുത് മാറ്റുമ്പോൾ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ലൈഫിന് തന്നെ ഡേഞ്ചറായി എന്നും വരാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ടോ, ഈ ഒരു ചെടിച്ചട്ടിയിലെ അതിൽ വളർന്ന് നിൽക്കുന്നത് ഞാൻ പിഴുത് മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ ടൈം ലാപ്സിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് അത് പറിച്ചു മാറ്റിയത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇതിൽ എനിക്കൊരു തോട്ടായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ തോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഇങ്ങനെയുള്ള ഈ കളകൾ നമ്മൾ തുടക്കത്തിലേ പറിച്ചു മാറ്റുക. അതിൽ നല്ലത് നമ്മൾ കൂടുതൽ എളുപ്പമല്ല ഇതൊന്നും, പക്ഷേ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ അത് പിഴുതു മാറ്റി കഴിഞ്ഞാലായിട്ട് നമുക്ക് കൂടുതൽ വളരാനും കൂടുതൽ നല്ലൊരു വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കളകൾ ഇതുപോലെ വരും. അത് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ വരും, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ രൂപത്തിൽ വരും, ചിലപ്പോൾ നമ്മൾക്ക് ഒരു പരിചയമില്ലാത്തവരുടെ രൂപത്തിൽ വരും. അങ്ങനെ ഒരുപാട് പേര് വരും. അവരെന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും അങ്ങനെയല്ല, എല്ലാ റിലേറ്റീവ്സും അങ്ങനെയല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഞാൻ ആരെയും അങ്ങനെ ഉദ്ദേശിച്ചു പറയില്ല. അങ്ങനെ ആൾക്കാരുണ്ട് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ അടുത്ത് സ്നേഹവും കാണിച്ച് നമുക്കൊപ്പം നിന്ന് നമ്മളിൽ നിന്ന് എന്തെല്ലാം എടുക്കാമോ നമ്മളുടെ കംപ്ലീറ്റ് ഇത്, ഒന്നുകിൽ നമ്മുടെ ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റ് വസ്തുക്കളോ പണമോ എന്തോ ആയിരിക്കാം, അത് മുഴുവൻ നമ്മളിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളെ എന്താ പറയുന്നത്, ഒരു വിലയില്ലാത്തവരായിട്ട് കണ്ട് നമ്മളെ വലിച്ചെറിഞ്ഞ് നമ്മുടെ ജീവിതം പാടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നമ്മളത് വായിക്കാറുമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന കുറച്ച് കളകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കളകളെയെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അവയിൽ നിന്നെല്ലാം എന്താ പറയുന്നത്, ആ കളകളെയെല്ലാം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് നാൾ നമ്മുടെ കൂടെ ഒരാൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് ഉപദ്രവകാരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകറ്റാമോ അത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകറ്റുക. ഇല്ലെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് വലിയ വേദനയും വലിയ ദോഷവും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു തോട്ട് എനിക്ക് ഈ ഒരു എന്താ പറയുന്ന ഗാർഡനിങ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേൽ തോന്നിയതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി.
അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്നോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ആ കമൻറ്റ് ബോക്സിലൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ മനസ്സിലായിരുന്ന നമ്മുടെ ചെടികളിൽ നിന്നായിരുന്നിരുന്നാലും അതെ, ചെടികൾ വളർത്തുന്നവരായിരുന്നിരുന്നാലും ചെറുതേ കണ്ടോ, ഇത്രയും കളകൾ ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം വളരെ ഇതായിരിക്കുമ്പോഴേ കുഞ്ഞു അല്ലെങ്കിൽ നമ്മൾ മുറ്റമടിക്കുമ്പോഴോ എവിടെയാണെങ്കിലും ചെറിയ ചെറിയ പുല്ലുകളോ ചെറിയ ചെറിയ കളകളോ കണ്ടു കഴിഞ്ഞാൽ അത് പിഴുതു മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുമാറ്റി അത് പോകാൻ ശ്രമിക്കുക. അതെപ്പോഴും പറ്റുന്നതല്ല, എന്നിരുന്നാലും നമ്മൾ ശ്രമിച്ച് നോക്കുക. നമുക്ക് പൂർണ്ണമായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് എന്നാലും ശ്രമിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അതെ, ജീവിതത്തിലും ഒരുപാട് ഇങ്ങനെയുള്ള കളകളായിരിക്കുന്ന ഉപദ്രവകാരികളായ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വരും. അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരോടും ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായിട്ട് വളരെ ഹമ്പിളായിട്ട് പറയാണ്, ഒരു ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ ചാനൽ ഗ്രോ ചെയ്യാൻ അതൊരുപാട് സഹായിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ അല്ല, എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതൊരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇന്നിപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യമാണ്. നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.